ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ക്യാബ് ക്രിയേഷൻ. ഇന്നത്തെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് പപ്പ എടുത്ത് ഈ ലൈറ്റിനകത്തുള്ളിലോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പം ഏതായാലും ലൈറ്റിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ്. ഇതിൻ്റെ അകത്തു നിന്ന് ഇതിൻ്റെ ഗ്ലാസ്സും എല്ലാം മാറ്റി ഇതിൻ്റെ അകത്ത് ഞാനൊരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു ഫ്രെയിം പോലെ വെക്കുന്നുണ്ട്. കാരണം ഈ നമുക്ക് ഈ ക്രിസ്മസ് പപ്പ എടുത്ത് അകത്തോട്ട് വെക്കണമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് വയ്ക്കാം എന്നൊക്കെ കരുതി അതിൻ്റെ അകത്തുള്ള ഒരു ഡൂം ഷേപ്പിലുള്ള ഒരു ബൾബ് മാറ്റിയിട്ട് ഒരു ഫ്രെയിം പോലെ വയ്ക്കുന്നു. ഫ്രെയിം വച്ചിട്ട് അത് മര്യാദയ്ക്ക് ഇരിക്കുമോ എന്നൊക്കെ നോക്കണമല്ലോ. ഇരിക്കും, പക്ഷേ എന്നാലും ചരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് ആയിരുന്നു. എന്തായാലും അതിനകത്തോട്ട് കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സൗന്ദര്യപ്പെടുത്തി, ഒന്ന് സുന്ദരിയാക്കി. എന്നിട്ട് അതിനകത്തോട്ട് റെസിനാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചത്. കാരണം എന്താ വെച്ചാൽ എന്നാൽ മാത്രമേ ഈ നമ്മുടെ സാന്റാക്ലോസ് സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധവും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. കാരണം അത് അത്രയും നെടുനീളമായിട്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. സംഭവം എന്നിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം നല്ലൊരു ഉദ്ദേശമാണ്. അപ്പോൾ അത് സ്റ്റഡി സ്റ്റേറ്റ് ആവും. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ഗ്ലിസറിൻ ഒഴിക്കും, അടുത്ത ഫ്രെയിം വെച്ച് അടയ്ക്കും, എന്നിട്ട് അതെന്തൊക്കെയോ സംഭവമാക്കും എന്നൊക്കെയുള്ള ഒരു തോട്ടോടു കൂടിയാണ് ഈ ക്രാഫ്റ്റ് വർക്ക് ഞാൻ തുടങ്ങിയെന്നുണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചെന്ന് വെച്ചാൽ ഈ റെസിൻ ഞാൻ മിക്സ് ചെയ്തു. ഇതിനകത്തോട്ട് ഒഴിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പല പല ലീക്ക് ആവുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലോ, ഇതിനകത്തൂടെയൊക്കെ ലീക്കായി. അങ്ങനെ എൻ്റെ ടേബിൾ മുഴുവൻ ചീത്തയായി. എൻ്റെ അവിടെ ഇരുന്ന ഒരുപാട് വസ്തുക്കളൊക്കെ കുളമായിപ്പോയി. എന്നിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊരു ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിനകത്ത് വെച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അതിന് ശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷമാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആക്കിയത്. എന്നിട്ട് അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കാർഡ്ബോർഡിൻ്റെ ഒട്ടിയിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും അതിൻ്റെ ഭംഗി ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്ലേ വെച്ച് അതിൻ്റെ ചുറ്റും ഒന്ന് ഡെക്കോർ ചെയ്തു. ആ ഗ്യാപ്സ് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി ഒന്ന് ഡെക്കോർ ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് അത് ഏതായാലും വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു ക്രിസ്മസിന് സ്പെഷ്യലായിട്ടുള്ള ഒരു കുഞ്ഞി ലൈറ്റാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഫ് ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ക്യാബ് ക്രിയേഷൻ. താങ്ക് യു ഓൾ. മെറി ക്രിസ്മസ് ടു ഓൾ മൈ വ്യൂവേഴ്സ്. താങ്ക് യു.